സിനോജുണ്ട്. സുനിൽ തോമസ്, ഇപ്പോൾ സ്റ്റേഡിയത്തിന് പുറത്തുള്ള ആൾത്തിരക്ക് എത്രമേൽ വലിയ ആൾക്കൂട്ടമാണല്ലേ, ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 45 മിനിറ്റ് സമയമേ ഉള്ളൂ. ഈ പുറത്തു നിൽക്കുന്ന പ്രവർത്തകർക്കെല്ലാം ഉള്ളിൽ കടക്കാൻ കഴിയുമോ? അരുകുമാർ, സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ UDF പ്രവർത്തകർ ഒഴുകിയെത്തുകയാണ്. ഞാനുള്ളത് ഈ പൊതുജനങ്ങൾക്ക് പ്രവർത്തകർക്ക് കയറാനുള്ള ഗേറ്റിലാണ്. ഇപ്പോഴും പോലീസ് ബാരിക്കേഡ് കെട്ടി പല ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകരായി ഇവിടേക്ക് ഒഴുകി വരുന്നു. അതിൽ പാസ് ഉള്ളവരുണ്ട്, അവർ പ്രത്യേക ഗേറ്റ് വഴി പോകുന്നു. ലീഗ് പ്രവർത്തകരുണ്ട്, എല്ലാവരും വലിയ ആഘോഷത്തിലാണ്. എവിടുന്നാ വരുന്നത്? കോഴിക്കോട്, ബാലുശ്ശേരി. നമ്മളും പാലക്കാട്. പെട്ടെന്ന് കയറി പാലക്കാട്, കോഴിക്കോട്, പല ജില്ലയിൽ നിന്ന് വരുന്ന ആളുകളാണ്. എവിടുന്ന് ചേട്ടാ വരുന്നത്? ആലപ്പുഴയുടെ ആളുകളാണ്. എവിടുന്ന? KC വേണുഗോപാലിന്റെ മണ്ഡലത്തിൽ നിന്നുള്ള ആളുകളാണ്. രാവിലെ എത്തിയോ? രാവിലെ എത്തി. കയറാൻ പറ്റാത്ത, അകത്ത് കയറുന്നില്ല. അത് കയറാൻ പറ്റുന്നില്ല. ക്യൂ നിൽക്കുക, കയറാം. ഫുള്ള് തിരക്കാ, പോലീസുകാർ കയറാൻ പറ്റുന്നില്ല. എന്താ ചെയ്യാ? ക്യൂ നിന്ന് കയറി. കണ്ണൂരിൽ നിന്ന് വന്ന ആളുകളാണ്. തിരക്ക് കാരണം കയറാൻ പറ്റുന്നില്ലെന്ന് പറയുന്നു. ഏതായാലും ആള് എവിടെ എവിടെന്നാ വരുന്നത്? മലപ്പുറം. മണ്ഡലത്താണ്. ഞങ്ങൾ മന്ത്രിയാകത്തിൽ പ്രതിഷേധമുണ്ട് എങ്കിലും കുഴപ്പം നോക്കും, നേതൃത്വം നോക്കിക്കോളും. ഏതായാലും ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിലെ ആളൊരു പഞ്ചായത്തിൽ നിന്ന് നേടേണ്ട ആളുകളാണ്. കൊണ്ടോട്ടി എല്ലാ 140 മണ്ഡലത്തിൽ കാസർഗോഡ് നിന്ന് അരുകുമാർ 140 മണ്ഡലത്തിൽ നിന്നുള്ള ആളുകളാണ് ഈ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. എവിടുന്നാ? മലപ്പുറം. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് പാടുപെടുന്നു ആളുകളെ കയറ്റിവിടാൻ വേണ്ടി. പാസ്സുള്ളവർക്ക് പ്രത്യേക ഗേറ്റ് ഉണ്ട്. ഇപ്പോഴും കാണാം ബസ് നിർത്തി, കാറുകൾ നിർത്തിയ ആളുകൾ ഇവിടെ വരുന്നു. ദിനേശ് പെരുമണ്ണ, എങ്ങനെയുണ്ട് തിരക്ക് കണ്ടിട്ട്? അതിനകത്ത് കയറി അവിടെ ഇരിപ്പിടവും ഇല്ല, നിൽക്കാനുള്ള സ്ഥലവും ഇല്ല. ഫുള്ളായോ? ഫുള്ളാണ്. പുറത്തേക്ക് ഇറങ്ങുക എങ്ങനെയാന്നുള്ളതാണ്, അതിനാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്. കോൺഗ്രസ് നേതാവാണ്, വലിയ തിരക്കാണ് അകത്തെന്ന് പറഞ്ഞു. കാസർഗോഡ് ഒരു മന്ത്രി വേണം. ചില പ്രതിഷേധം പറയുന്നുണ്ട്. കാസർഗോഡ് മന്ത്രി വേണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ AP അനിൽകുമാറിന്റെ പ്രതികരണം നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. ക്യാബിനറ്റിൽ പ്രമോഷൻ ഉണ്ടോ വകുപ്പില്? എല്ലാ വകുപ്പിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ക്യാബിനറ്റിനകത്ത് എല്ലാവരും ഒരുപോലെയാണ്.